ഉദാഹരണത്തിന് പറയുകയാണ്, എനിക്ക് ഡയറി ഫാം തുടങ്ങണം. നിങ്ങൾ അയാൾക്ക് ചേട്ടൻ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, ചേട്ടൻ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ചേട്ടന്റെ പ്രോഡക്റ്റ് ആ ഏരിയയിൽ ഉറപ്പായിട്ടും പോയിരിക്കും എന്ന് ശാസ്ത്രീയമായ തമ്പുറു പ്രകാരം എങ്ങനെ അയാൾക്ക് ഡയറക്ഷൻ കൊടുക്കും? അതിന്റെ ഒരു തമ്പുറാണ് ആ സ്ലൈഡ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളോട് ഒരാൾ വന്നിട്ട് ഡയറി ഫാം തുടങ്ങണമെന്ന് പറയുകയാണെങ്കിൽ അയാളോട് തിരിച്ചു ചോദ്യം ചോദിക്കുക, ചേട്ടൻ ഏത് ഏരിയയിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ആ ഏരിയയിലെ ജനസംഖ്യ എത്ര, ടോട്ടൽ ജനസംഖ്യ എത്രയുണ്ട്, ഒരു വാർഡ്, 2 വാർഡ്, പഞ്ചായത്ത് പഞ്ചായത്ത്. ഇവിടെ ഞാൻ എക്സാമ്പിളൊക്കെ എടുത്തിരിക്കുന്നത് 2 ലക്ഷമാണ് ജനസംഖ്യ എങ്കിൽ അവിടെ വേണ്ടുന്ന പാലിന്റെ അളവ് നമ്പർ എന്ന് പറയുന്നത് 30% ഓഫ് ദ പോപ്പുലേഷൻ. 2 ലക്ഷത്തിന്റെ 30% ആ ഏരിയയിൽ വേണ്ടുന്ന പാലിന്റെ അളവ്. 60,000 ലിറ്റർ ആണ് പാലൊക്കെ വേണ്ടുന്നത്. ചേട്ടൻ്റെ അവിടെ ഇപ്പൊ ബാക്കി പ്ലെയേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് എത്ര കൊടുക്കുന്നുണ്ടാകും? 48-ൽ 12,000 ലിറ്റർ ചേട്ടന്റെ നിയർ ബൈ ഫാമിന്റെ തൊട്ടടുത്തുള്ള ഏരിയയിൽ തന്നെ മാർക്കറ്റ് സ്കോപ്പ് കിടക്കുന്നു, അവിടെ തന്നെ പറ്റും. അല്ല, അവിടെ 65 ആൾറെഡി ഉണ്ട്. ചേട്ടാ ഈ സ്ഥലത്ത് തുടങ്ങുകയാണെങ്കിൽ ചേട്ടൻ മാർക്കറ്റിന് വേണ്ടി 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സൈറ്റ് കണ്ടെത്തേണ്ടി വന്നേക്കാം. സയൻസിനെ ബേസ് ചെയ്ത് തമ്പുൾ പ്രകാരം വെറുതെ നമ്മൾ അവിടെ ഇവിടെ തൊട്ട് പറയുന്നതിനേക്കാളും ആധികാരികമായിട്ട് പറയാനുള്ളത് തമ്പുൾ. ടോട്ടൽ പോപ്പുലേഷന്റെ 30% ആ ഏരിയയുടെ ഒരു ദിവസത്തെ പാലിന്റെ അളവ്. പാലിന്റെ 20% ആ ഏരിയയിലെ തൈരിന്റെ റിക്വയർമെന്റ്. 60,000-ന്റെ 20% 12,000 ലിറ്റർ തൈരാണ്. ചേട്ടൻ തൈര് ഉണ്ടാക്കിയാൽ അവിടെ പോകാൻ ഡിമാൻഡ് എത്രയാണ്? അതിൽ എത്ര പേര് ഇത്ര ക്വാണ്ടിറ്റി തൈര് തരുന്നു, അപ്പൊ അവിടെ തന്നെ വിറ്റ് പോകുന്നു. തൈരിന്റെ 20% ആ ഏരിയയിലുള്ള പനീറിന്റെ റിക്വയർമെന്റ്. 12,000 ലിറ്റർ തൈരിന്റെ 20%, 2,400 കിലോ പനീറാണ് ആ ഏരിയ, 2 ലക്ഷം പോപ്പുലേഷൻ ഉള്ള ഏരിയയിലെ പനീർ വിറ്റഴിച്ച് പോകേണ്ടത്. അതിൽ എത്ര